ഹായ് എവരിവൺ, നമുക്കൊരു വെറൈറ്റി സ്നാക്ക് പരിചയപ്പെട്ടാലോ? ഇത് നേന്ത്രപ്പഴവും സേമിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സാധനങ്ങൾ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സേമിയം വേണം, പിന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബഹ്റൈനിൽ ഈ നേന്ത്രപ്പഴം കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ നമുക്ക് നേന്ത്രപ്പഴം അങ്ങനെ ആവശ്യത്തിന് അധികം കിട്ടാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് കിവിയൊക്കെ വാങ്ങുന്നവരും എക്സ്ട്രാ കുറച്ച് പൈസ കൊടുക്കണ്ടേ, കുറച്ച് എക്സ്പെൻസീവ് അല്ലേ ആ ഫ്രൂട്ടൊക്കെ. അതേപോലെ തന്നെ ഇവിടെ നേന്ത്രപ്പഴത്തിന് ഭയങ്കര ഗമയാണ്, കുറച്ച് പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മുട്ട ഞാൻ 3 മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് മൈദയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച പാനൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാവട്ടെ. പാൻ ചൂടായാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ നേന്ത്രപ്പഴം സ്ലൈസാക്കി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് അതിലേക്ക് മൈദ ഇങ്ങനെ മേലെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൈദയിൽ നേന്ത്രപ്പഴം ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഈ നേന്ത്രപ്പഴത്തിന് നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. ഒരു കാര്യം പറയാൻ മറന്നിട്ടോ, നമുക്ക് ഏലക്കായൊക്കെ ആവശ്യമാണെങ്കിൽ ഈ മുട്ടേൻ്റെ ഫ്ലേവർ അങ്ങനെ തന്നെ വേണ്ടെങ്കിൽ കുറച്ച് ഏലക്കായൊക്കെ വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ. അപ്പം ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സേമിയം കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ പഴത്തിനെ നന്നായിട്ടിങ്ങനെ സേമിയം കൊണ്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേ നന്നായി സേമിയം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം വറുത്തെടുത്താൽ സ്നാക്ക് റെഡി ആയിരിക്കും.